നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരത്തിനോട് ചേർന്ന് പുലിയെ കാണപ്പെട്ട പ്രദേശത്ത് പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് UGCയുടെ അംഗീകാരത്തോടെ കാലിക്കറ്റ് സർവകലാശാല സ്വയംഭരണ പദവി അനുവദിച്ചു. കൊരട്ടിയിൽ വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. മാലിന്യമുക്ത കേരളം CPIMന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മെഗാ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരത്തോട് ചേർന്ന് പുലിയെ കാണപ്പെട്ട പ്രദേശത്ത് പുലിയെ പിടിക്കാനായി കൂട് സ്ഥാപിച്ചു. പുലിയെ കാണപ്പെട്ട ഐനിക്കാട് മഠം ശങ്കരനാരായണന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 400 മീറ്റർ മാറി ചാലക്കുടി പുഴയോട് ചേർന്ന് കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ പറമ്പിലാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പറമ്പിലും സമീപത്തെ പറമ്പിലും പുലിയുടെ കാൽപ്പാടുകൾ വളരെയധികം കാണപ്പെട്ടതിനാലാണ് ഈ പറമ്പിൽ കൂട് സ്ഥാപിക്കാൻ അധികാരികൾ തീരുമാനിച്ചത്. VR പുരത്ത് നിന്ന് വാങ്ങിയ കറുത്ത മുട്ടനാടിനെയാണ് കൂട്ടിൽ കെട്ടിയിരിക്കുന്നത്. കൊരട്ടി മാർക്കറ്റ് പരിസരത്ത് സ്ഥാപിച്ചിരുന്ന കൂടാണ് ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുന്നത്. പുലിയെ കണ്ടെത്താൻ കൂടുതൽ വ്യക്തത വരുത്തുന്ന തരത്തിൽ ഡ്രോൺ പരിശോധനയും ക്യാമറകളും വരും ദിവസങ്ങളിൽ നടത്തും. നഗരസഭയിലെ 18, 20, 22, 23, 24 വാർഡുകളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുലിയെ കണ്ടെത്താൻ വാർഡ് കൌൺസിലർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. പുഴയോരത്തെ കാടുകൾ കേന്ദ്രീകരിച്ച് അടുത്ത ദിവസം വഞ്ചിയിൽ പോയി പരിശോധനാ നടപടികൾ സ്വീകരിച്ചു വരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, മുൻ ചെയർമാൻ VO പൈലപ്പൻ തുടങ്ങിയവരും കൂട് വയ്ക്കാനെത്തി. ചാലക്കുടി DFO M വെങ്കടേശ്വരൻ, പരിയാരം റേഞ്ച് ഓഫീസർ ജോബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട് വയ്ക്കാൻ നേതൃത്വം നൽകിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് DFO വെങ്കടേശ്വരൻ പറഞ്ഞു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. കൊടകര SN ട്രസ്റ്റ് ഹാളിൽ നടത്തിയ സംഗമം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൊടകര ജുമാ മസ്ജിദ് ഇമാം അലി സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, BJP ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് TV പ്രജീത്, SN ട്രസ്റ്റ് ചെയർമാൻ രാജൻ ബാബു, കൊടകര പഞ്ചായത്ത് അംഗം ജോയ് നെല്ലിശ്ശേരി, കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറി TG അജോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നുണ്ടായിരുന്നു. പ്രസ് ക്ലബ് ട്രഷറർ ഡിനോ കൈനാടത്ത്, വൈസ് പ്രസിഡന്റ് ഷോജൻ ഡി വിധേയത്തിൽ, ജോയിന്റ് സെക്രട്ടറി PK നൌഷാദ്, അംഗങ്ങളായ KV ഹരീന്ദ്രൻ, കൊടകര ഉണ്ണി, IR രാജൻ, KV സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ദിവസങ്ങൾക്ക് മുമ്പാണ് ഹിന്ദു മതവിശ്വാസികൾ അവരുടെ ശബരിമല നോയമ്പ് എടുത്തത്. ക്രിസ്തുമതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും എല്ലാവരും സ്നേഹം, മറ്റുള്ളവരെ സഹായിക്കുക, സമാധാനം, ഇതൊക്കെ തന്നെയാണ് എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഒത്തുകൂടലാണ്. നന്മയുള്ള മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുമ്പോഴാണ് നന്മയുള്ള ഒരു സമൂഹം പിറക്കുക. നന്മയുള്ള സമൂഹം കൊണ്ടാണ് ലോകത്തിന് വിജയമുണ്ടാക്കുക. ഓരോരുത്തരും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല. നമ്മുടെ ഈ സംഗമത്തിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു നോമ്പ് കാലത്തിൻ്റെയും അതുപോലെ തന്നെ പുണ്യ മാസത്തിൻ്റെയും ഒക്കെ സന്ദേശം തരുന്നതിനാണ് അദ്ദേഹം ആദ്യമേ നടത്തുന്ന പരിപാടി. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ
മികവുകളിൽ നിന്ന് മികവുറ്റവയിലേക്ക് കുതിക്കുന്ന സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് യുജിസിയുടെ അംഗീകാരത്തോടെ കാലിക്കറ്റ് സർവകലാശാല സ്വയംഭരണ പദവി ഓട്ടോണമസ് ലഭിച്ചു. ആദ്യ സൈക്കിളിൽ തന്നെ നാക് എ ഗ്രേഡ് നേടുകയും പാഠ്യേതര വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ മികച്ച സ്ഥാനം നിലനിർത്തുകയും ചെയ്യുന്ന സഹൃദയയ്ക്ക് ഓട്ടോണമസ് അംഗീകാരം നേടുന്നതിലൂടെ മികവിന്റെ പാതയിൽ മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അക്കാദമിക മേഖലയിൽ ഇനി സഹൃദയ ബൃഹത്തായ മാറ്റങ്ങൾക്ക് വേദിയാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പാഠ്യേതര പ്രവർത്തനങ്ങൾ, സമകാലികമായ രീതിയിൽ പാഠ്യപദ്ധതിയിലെ നവീകരണങ്ങൾ, സ്വതന്ത്രമായ അക്കാദമിക് പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികൾ, തൊഴിൽ സാധ്യതയുള്ള പാഠ്യപദ്ധതികൾ, ഗവേഷണ പദ്ധതികൾ എന്നിവയിൽ കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതകളും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ഈ പദവി സഹായിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മികച്ച ഗവേഷണ അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന സഹൃദയയ്ക്ക് ലഭിച്ച ഈ അംഗീകാരം യുവതലമുറയ്ക്ക് ഉജ്ജ്വല ഭാവിയിലേക്കുള്ള പാതയാകും. ഇരിങ്ങാലക്കുട രൂപത എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലുള്ള സഹൃദയ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ്. 2025-26 അധ്യയന വർഷം മുതൽ 2034-35 അധ്യയന വർഷം വരെയുള്ള 10 വർഷ കാലയളവിലേക്കാണ് യുജിസി സഹൃദയയ്ക്ക് ഈ അംഗീകാരം നൽകിയിരിക്കുന്നത്. 19 അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ചുകളും 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും കോളേജിൽ നിലവിലുണ്ട്. കായികരംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാല കലാലയങ്ങൾക്ക് നൽകുന്ന ബെസ്റ്റ് സെക്കൻഡ് സ്പോർട്സ് കോളേജ് അവാർഡിന് കഴിഞ്ഞ കലാലയ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ്. പ്രഗത്ഭരായ പരിശീലകരുടെ കീഴിൽ 36-ൽ പരം വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകുന്ന സഹൃദയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കായിക മത്സരങ്ങളിൽ കഴിഞ്ഞ കലാലയ വർഷത്തിൽ 10 ഓവറോൾ ചാമ്പ്യൻഷിപ്പുകളും 10 രണ്ടാം സ്ഥാനവും 3 ഇനങ്ങളിൽ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. സഹൃദയയിലെ 8 വിദ്യാർത്ഥികൾ കഴിഞ്ഞ കലാലയ വർഷം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ മത്സരങ്ങളിലും 2 പേർ വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലും പങ്കെടുത്തു. 78 കായിക താരങ്ങൾ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി നാഷണൽ മത്സരങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെയും കേരളത്തെയും പ്രതിനിധീകരിച്ചു. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ മെഗാ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. CPIMന്റെ നേതൃത്വത്തിലാണ് ചാലക്കുടിയിൽ മെഗാ ശുചീകരണ യജ്ഞം ആരംഭിച്ചത്. മാർച്ച് 30-ന് കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി CPIM ചാലക്കുടി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഏരിയയിൽ നടക്കുന്ന മെഗാ ശുചിത്വ യജ്ഞത്തിന് തുടക്കമായി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചാലക്കുടി ഏരിയ തല ഉദ്ഘാടനം ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകനാണ്. ഏരിയ കമ്മിറ്റി അംഗം TP ജോണി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP തോമസ്, MM രമേശൻ, അഡ്വക്കേറ്റ് KR സുമേഷ്, MN ശശിധരൻ, MA ഗോപി, CG സിനി, KI അജിതൻ, KM ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഏരിയയിൽ 100 കേന്ദ്രങ്ങളിലാണ് വിവിധ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് 30-ന് മുൻപായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതു ഇടങ്ങളുടെ ശുചീകരണത്തിന് പുറമെ ശുചിത്വ കവലകൾ നിർമ്മിക്കൽ, ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കൽ എന്നീ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. നേട്ടങ്ങളിലൂടെ ലോകശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്ന സന്ദർഭത്തിൽ 4 മിഷനുകളാണ് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്തത്. അതിലൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഹരിത കേരള മിഷൻ എന്നത്. കൊരട്ടിയിൽ വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി സദ്ദാം ഹുസൈനെയാണ് പോലീസ് പിടികൂടിയത്. 2024 ജൂലൈ 12-ന് വൈകിട്ട് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചിറങ്ങരയിൽ നിർത്തിയിട്ട മുട്ടക്കച്ചവടത്തിനായി ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്നും പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ സുജൻ, സദ്ദാം ഹുസൈൻ എന്നിവർ ചേർന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോയി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുജനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ സദ്ദാം ഹുസൈനെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അങ്കമാലിയിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പിടികൂടിയത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ OG ഷാജു, ASI നാഗേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ അജീഷ് എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 165.03 കോടി രൂപയുടെ വരവും 160.78 കോടിയുടെ ചിലവും 4.25 കോടി നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിന് അംഗീകാരം. ആശയ്ക്ക് ആശ്വാസമായി ചാലക്കുടി നഗരസഭാ ബജറ്റ്. ചാലക്കുടി നഗരസഭാ ബജറ്റിൽ ആശമാർക്ക് 25,000 രൂപ വീതം വാർഷിക അലവൻസും ഫാമിലി ഇൻഷുറൻസും 10 ലക്ഷം രൂപ വകയിരുത്തി. നഗരസഭ ശക്തിസ്ഥൽ ക്രിമിറ്റോറിയത്തിൽ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ താമസക്കാരുടെയും മൃതസംസ്കാരം സൌജന്യമാക്കി.
അംഗനവാടി പ്രവർത്തകർക്ക് പ്രത്യേക ഫാമിലി ഇൻഷുറൻസ് പദ്ധതി. ചാലക്കുടിയുടെ നന്മ ലഹരി രാസലഹരിക്കെതിരെ ബഹുജന കർമ്മസേന രൂപീകരിക്കും. വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതി. നന്മ ലഹരിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കും പരിശീലന പരിപാടികൾക്കും 25 ലക്ഷം. നഗരസഭ ടൌൺ ഹാൾ സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾക്ക് വാടക ഇളവുകളോടെ അനുവദിക്കും. മിനി ഹാൾ, ലിഫ്റ്റ്, എയർ കണ്ടീഷൻ, ട്രാൻസ്ഫോമർ, മറ്റു സൌകര്യങ്ങൾ ഒരുക്കാൻ 1 കോടി രൂപ. നഗര സൌന്ദര്യവൽക്കരണം പൊതുജന പങ്കാളിത്തത്തോടെ. നഗരസഭാ വിഹിതം 25 ലക്ഷം. ടൌണിലും പരിസര പ്രദേശങ്ങളിലെ റോഡുകൾ, പൊതുസ്ഥലങ്ങൾ, ശുചിത്വ സൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന 1 കോടി രൂപയുടെ ജനകീയ പദ്ധതി. സുവർണഗൃഹം പദ്ധതിക്ക് 1 കോടി. സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് നഗരസഭാ വിഹിതം 65 ലക്ഷം ഉൾപ്പെടുത്തി 1.30 കോടി. ആരോഗ്യമേഖലയ്ക്ക് താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് 2 കോടി. അർബൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 50 ലക്ഷം. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്ക് 50 ലക്ഷം. ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾക്ക് 50 ലക്ഷം. തരിശുരഹിത ചാലക്കുടി, കർഷക ചന്ത, അഗ്രോ ക്ലിനിക്, കർഷക ക്ലബ്ബ് 60 ലക്ഷം രൂപ വകയിരുത്തി. കൈവശക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥരേഖ കൈമാറും. ഗാന്ധിനഗറിലെ 19 വീട്, വെട്ടുക്കടവ് 16, ഉറുമ്പൻകുന്ന് 8 വീട്, വെട്ടുക്കടവിലെ 3 വീട് എന്നിവർക്ക് ഭൂമിയുടെ ആധാര കൈമാറ്റം നൽകും. പട്ടികജാതി ക്ഷേമത്തിന് മുൻഗണന. 1.80 കോടി വകയിരുത്തി. കമ്മ്യൂണിറ്റി ഹാളുകളുടെ നവീകരണം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിവിധ പദ്ധതികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. പാർലമെന്റ് പാർട്ടി ലീഡർമാർ, സഹപ്രവർത്തകരായ ഭരണസമിതി അംഗങ്ങൾ, നഗരസഭാ സെക്രട്ടറി, വിവിധ വകുപ്പ് മേധാവികൾ, മറ്റു വിശിഷ്ട വ്യക്തികളെ, മാധ്യമപ്രവർത്തകരെ, ഈ ഭരണസമിതിയുടെ അവസാന വർഷത്തെ ബജറ്റാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. പുതിയ സംവിധാനത്തിലൂടെയാണ്, പുതിയ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത്. സ്വാഭാവികമായി അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷ് ഭാഷയിൽ വരാനുള്ള ഒരു കാരണം. ഏതെങ്കിലും കാര്യത്തിൽ ബഹുമാനപ്പെട്ട കൗൺസിലർക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് SFI ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റാലിയും പൊതുസമ്മേളനവും നടത്തി. SFI ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. 100 കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും SFI കേന്ദ്ര കമ്മിറ്റി അംഗം വി വിചിത്ര ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഏരിയ പ്രസിഡന്റ് സാംസൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. CPIM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, SFI ജില്ലാ പ്രസിഡന്റ് വിഷ്ണു R, അഡ്വക്കേറ്റ് KR സുമേഷ്, ബവിൻ TB, നന്ദന PB, PA അശ്വിൻ, നടാഷ ES എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മാർച്ച് 30-ന് കൊരട്ടി ഏതൻ ഓഡിറ്റോറിയത്തിലും 29-ന് മുൻകാല ഏരിയ ഭാരവാഹികളുടെ സംഗമവും നടക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,340 രൂപ, പവന് 66,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി നഗരത്തിനോട് ചേർന്ന് പുലിയെ കാണപ്പെട്ട പ്രദേശത്ത് പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി.
കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് UGCയുടെ അംഗീകാരത്തോടെ കാലിക്കറ്റ് സർവകലാശാല സ്വയംഭരണ പദവി അനുവദിച്ചു. കൊരട്ടിയിൽ വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ഒളിവിലായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. മാലിന്യമുക്ത കേരളം CPIMന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മെഗാ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.